മുക്തയുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇതുപോലത്തെ സിറ്റുവേഷൻ? ബോഡി ഷെയ്മിങ് നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. ഇതിന്റെ താഴെയും ചിലപ്പം എന്നെ വെച്ചിട്ട് ചിലപ്പോൾ ബോഡി ഷെയ്മിങ് ചെയ്യുമായിരിക്കും. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. എന്നെ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. Everywhere people have different issues. Discrimination is very unfortunate actually. ഇക്കാക്ക വെളുത്തിട്ടാ ഉള്ളത്. എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഉമ്മ ഇങ്ങനെ പറയും, നിറം കുറഞ്ഞു പോയി, എനിക്കെന്നെ നിച്ചുവിനെ കൂടുതൽ ഇഷ്ടം, നിച്ചു വെളുത്തിട്ടാണ്. നിറത്തിൻ്റെ അതിപ്പോൾ എൻ്റെ പെങ്ങളാണെങ്കിലും ഒക്കെ ഇവക്ക് പിന്നെ ബീട്രൂട്ട് ജ്യൂസും പിന്നെ ക്യാരറ്റ് ജ്യൂസ് എല്ലാം കൊടുക്കല്ലേ. സ്നേഹമായിട്ടല്ല ഫീൽ ചെയ്യാറ്. മലയാളികളുടെ പൊതുവെ ഒരു നമ്മൾ പറയുന്ന ഒരു കാര്യമല്ലേ, നമ്മൾ സുഖാണോ എന്ന് ചോദിച്ചാൽ അടുത്ത് എന്താ പറയാ, വണ്ണം വെച്ചല്ലോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്, പക്ഷെ അത് ബഷീറിന്റെ നിർബന്ധമായിരുന്നു സിഗരറ്റ് വലിക്കണം. തമിഴ്നാട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പോയപ്പോ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഡാൻസ് കളിക്കുന്ന എന്നെ വിളിച്ച് കുരിപ്പാപ്പ ഇങ്ക വാന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്യാഷ് അവാർഡ് തന്നു. ബിസിനസ് പൊട്ടി നിൽക്കുന്ന സമയത്ത് ഓന് ഡാൻസും കൂത്തും പാട്ടും എന്നെല്ലാം പറഞ്ഞ ചില ആളെല്ലാം സർക്കസ് കമ്പനി എന്നൊക്കെ പറയാം. കരഞ്ഞിരുന്നു എപ്പോഴെങ്കിലും? ഭയങ്കര കരയാതെ ഇരുന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കുരുവിപ്പാപ്പയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. ഹലോ, എന്താണ് സുഖമായിട്ടിരിക്കുന്നത് എല്ലാവരും? വിനീതേട്ടാ സുഖമല്ലേ? ഓൾ ഗുഡ് ഗുഡ് ഗുഡ്. ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നു. പരമസുഖം, വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. ഒരു ലൈക്ക് വീണ്ടും ഒരു റീ എൻട്രി ആണ് അല്ലേ? റീ എൻട്രി ആണ്, 8 വർഷത്തിന് ശേഷമുള്ള ഒരു റീ എൻട്രി. ഗ്യാപ്പിന് ശേഷം ആരാണ് താരം അല്ലേ? നമ്മൾ ടൈറ്റിലാണ് ഇരിക്കുന്നത്, കുരുവി പാപ്പ. ഈ ഒരു നെയിം അത് എവിടുന്നാ മോൾക്ക് കിട്ടിയത്? അത് തമിഴ്നാട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പോയപ്പോ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഡാൻസ് കളിക്കുന്ന എന്നെ വിളിച്ച് കുരിപ്പാപ്പ കുരിപ്പാപ്പ ഇങ്ക വാന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്യാഷ് അവാർഡ് തന്നു. അങ്ങനെയാണ് കുരിപ്പാപ്പയായ. ആരാണെന്ന് പറയും, ആരാണെന്ന് പറയും. പാപ്പാനക്ക് മുമ്പ് കുരുവിന്ന് പേരിട്ട ആള്. അതെന്താ കുരുവിന്ന് പേരിട്ടത്? ഒന്നുമില്ല, ഓള് ചെറുതായപ്പോ ഒരു ചെല്ലപ്പേരിൽ ഞാൻ വിളിക്കുക, ഉപ്പച്ചിന്റെ കുരുവി കുട്ടിയെ അങ്ങനെ വിളിച്ച് അങ്ങനെ വലുതാകുന്നതിന് അങ്ങനെ വിളിച്ചോണ്ടേയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഉഗ്രജലം മഴവിൽ മനോരമ ഉഗ്രജലത്തിലാണ് പൂർണിമ ചോദിക്കുന്നുണ്ട് പേരെന്താണ്. അപ്പൊ അവള് ഈ പേര് അങ്ങോട്ട് പറഞ്ഞു കുരുവി. അറിയാണ്ട് കുരുവി എന്ന് പറഞ്ഞുപോയി. ചെറുപ്പം മുതലേ ഇതല്ലേ കേൾക്കുന്നേ. ഈ തൻഹ എന്നുള്ള പേര് ഇപ്പം അധികം ആർക്കും അറിയില്ല. ഫുൾ കുരുവിയാണോ? വളരെ കുറവാണ്. എന്റെ വീട്ടുകാർക്ക് തന്നെ ശരിക്കും അറിയില്ല. വിനീതേട്ടാ, ഈ ഒരു കുരുവിപ്പാപ്പ മൂവിനെ കുറിച്ച് നമ്മുടെ അടുത്ത് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു തരൂ. ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണെന്ന് അറിയാം, കുരുവിയുടെ ലൈഫ് ആണെന്ന് അറിയാം, എന്നാൽ പോലും ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയോ എന്താണെന്ന്? ഇത് ഒരു കുട്ടിയുടെ ഒരു ജേർണി, വളരെ ടെൻഡർ ഏജിൽ അവൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സൊസൈറ്റിയിൽ നിന്നുള്ള പല കഷ്ടാനുഭവങ്ങൾ, അതെല്ലാം തരണം ചെയ്യാൻ അവളുടെ രക്ഷിതാക്കൾ അവളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അവൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു പോസിറ്റീവ് എലിമെൻറ്റ് ഇതിലുണ്ട്. എസ്പെഷ്യലി ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്, വെരി ടെൻഡർ. സോ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം കുട്ടികളെ. അപ്പോൾ അത് സ്കൂളിലായാലും ഇപ്പം ഞാൻ ആസ് എ ടീച്ചർ, ഒരു ഡാൻസ് ടീച്ചർ എന്നുകൊണ്ട് ഞാൻ ഐ എം എക്സ്പീരിയൻസിങ് ദാറ്റ്. 7-year-old ഗേൾസ് ആൻഡ് യങ് ബോയ്സ് ഇവരൊക്കെ പഠിക്കാൻ വരുമ്പം നമ്മൾ വളരെ വളരെ സൂക്ഷ്മതയോടെ അവരെ ഹാൻഡിൽ ചെയ്യണം. അതെ, ബിക്കോസ് ദ വെരി ടെൻഡർ. ഓരോ വാക്കും അവരോട് പറയുന്നത് വളരെ ശ്രദ്ധിച്ച്, എസ്പെഷ്യലി വളരെ സീരിയസ് ആയ ശാസ്ത്രീയമായ ഒരു കലാരൂപമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ അവർക്ക് താല്പര്യം വരണം. ചെറിയ മക്കളാണ്, റെസ്റ്റ്ലെസ് ആവും. അതൊന്നുമില്ലാതെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ടെൻഡർ മൈൻഡ്സ്. അതെ, ടെൻഡർ മൈൻഡ്സ്. സോ അങ്ങനെ ഒരു മൈൻഡ് ആയ ആ മോളെ, അവൾക്കുണ്ടായ കഷ്ടാനുഭവം സ്കൂളിലായാലും, എവ്രിവെയർ പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ഇഷ്യൂസ്. ഈ ഡിസ്ക്രിമിനേഷൻ ഇസ് വെരി അൺഫോർച്ചുനേറ്റ് ആക്ച്വലി. സോ അത് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരാൾ അതെങ്ങനെ തരണം ചെയ്ത് സക്സസ്ഫുള്ളായി, അതായത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൾക്കുള്ളൊരു ലെവൽ ഓഫ് കോൺഫിഡൻസ് കൊടുത്ത് അവളെ യു ആർ ദ ബെസ്റ്റ് ഇൻ വാട്ട് യു ഡു എന്നുള്ളത് ഈ അച്ഛനമ്മമാരാണ്. സോ ആ ഒരു എലിമെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടത്തിൽ. ആൻഡ് അവിടെ നിന്നാണ് ആ മോളുടെ ജേർണി സ്റ്റാർട്ട്സ്. ഇപ്പം ദിസ് ഫിലിം ഇവരുടെ ഒരു ഡ്രീമായിരുന്നു ഇങ്ങനെ ഒരു പ്രോജക്റ്റ്. ആൻഡ് ഈ സിനിമയുടെ ഒരു വലിയ സ്പെഷ്യാലിറ്റി അത് ജീവിതത്തിൽ അനുഭവിച്ച ആ
ടെൻഡർ മൈൻഡാണ് ഇതിലെ പ്രൊട്ടാഗണിസ്റ്റ് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു വലിയ സ്പെഷ്യാലിറ്റിയും ആസ് ആർട്ടിസ്റ്റ് നമുക്കതൊരു വലിയൊരു അനുഭവമാണ്. ബിക്കോസ് ഒരു കംപ്ലീറ്റ്ലി പുതിയതായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് വരുന്ന ആർട്ടിസ്റ്റ്, പക്ഷേ അതൊരു ഓൾറെഡി വെൽ ഗ്രൂംഡ് ആയിട്ട് എത്രയോ പടങ്ങളൊക്കെ ചെയ്ത് ഒരു മെച്യൂരിറ്റി ലെവൽ ഉള്ള ഒരു പെർഫോമൻസ് തരുമ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സോ അങ്ങനെ ഒരു അതിഗംഭീരമായ പ്രകടനം തീർച്ചയായിട്ടും പ്രേക്ഷകർ പടം കാണുമ്പോൾ ദേ വിൽ അഗ്രി വിത്ത് മീ. അങ്ങനെ ഒരു വളരെ നാച്ചുറൽ പെർഫോമൻസ് ആണ് മോളിതിൽ കാഴ്ചവെച്ചത്. സോ ദാറ്റ് ഈസ് ദിസ്, ഈ ഫിലിമിന്റെ ഒരു ജിസ്റ്റ് അതാണ്, ഇൻട്രൊഡക്ഷൻ മൊത്തത്തിൽ ഒരു കണ്ടന്റ് അതാണ്. ആൻഡ് ആ ജേർണി ഓഫ് തൻഹ കുരുവി. അതെ. മുക്തയുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇതുപോലത്തെ സിറ്റുവേഷൻസ് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരാൾക്കെങ്കിലും കിട്ടിയത് കണ്ടിട്ടുണ്ടോ? അല്ല, ബോഡി ഷേമിങ് നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇതിന്റെ താഴെയും ചിലപ്പം എന്നെ വെച്ചിട്ട് ചിലപ്പോൾ ബോഡി ഷേമിങ് ചെയ്യുമായിരിക്കും. അത് ഭയങ്കര, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം മോള് പറഞ്ഞില്ലേ, കുറച്ച് നേരം കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും എന്നെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയില്ലേ. ചിലവരത് അകത്തേക്ക് എടുക്കും, ചിലവരതങ്ങനെ വിട്ടുകളയും. പക്ഷേ ഇങ്ങനെ ഈ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. എന്നെ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പല സിറ്റുവേഷൻസിലും നമ്മളെക്കുറിച്ച് ഒട്ടും അറിയില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളെക്കുറിച്ച് ഓരോന്ന് പറയുന്നത്, എന്തറിഞ്ഞിട്ട്. പക്ഷെ അവർക്കത് ഇപ്പോൾ ഒന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ നമ്മളെ ഒന്ന് കളിയാക്കുന്നത് കൊണ്ടോ അവർക്ക് എന്താ കിട്ടുന്നത്, അതിൽ നിന്ന് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഫാമിലിയിൽ നിന്ന് അങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരാൻ തോന്നുന്നത്. ഇവൻ നമ്മുടെ കസിൻസ് ആണെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ കല്യാണത്തിന് പോവാന്ന് വിചാരിക്കുക, പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ വണ്ണം വെച്ചല്ലോ, നമ്മൾ വണ്ണം വെക്കില്ലേ, നമ്മൾ മനുഷ്യരല്ലേ, വണ്ണം വെക്കില്ലേ. നമ്മൾ പല സ്ട്രെസ്സിലൂടെ ആയിരിക്കില്ലേ നമ്മുടെ ലൈഫിൽ പോകുന്നത്. എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം എന്നൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എപ്പോഴും കേൾക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരം കുറച്ച് പേർക്കെങ്കിലും അത് ഒന്ന് കമന്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫീലിങ്സ് എന്താണെന്ന്. വിനീതേട്ടന്റെ ഇതിലെ ക്യാരക്ടർ നെയിം ബഷീർ എന്നന്നെയാണോ? ജംഷീർ. റിയൽ ലൈഫ് ജംഷീം, റിയൽ ലൈഫ് ബഷീർ. അപ്പോൾ ഈ വിനീതേട്ടൻ ബഷീർക്കയുടെ ആ ഒരു ജീവിതകഥ ലൈക്ക് അതേപോലെ ആക്ട് ചെയ്യുന്നത് ക്യാമറയുടെ ബാക്കിൽ നിന്ന് കാണുമ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത്? കരഞ്ഞിരുന്നോ എപ്പോഴെങ്കിലും? എപ്പോഴെങ്കിലും കരയാതെ ഇരുന്നിട്ടുണ്ടോ മാത്രമേ ഉള്ളത്. അത് അങ്ങനെ തനിച്ച് കാണാണല്ലോ നമ്മൾ ഡ്രീം, എൻ്റെ മോളെ ഡ്രീമിലേക്ക് അത് ലൈവായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ചെന്നെത്താനുള്ള, അപ്പോൾ അത്രയും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അവിടേക്ക് എത്തിക്കാനുള്ള എഫേർട്ടിൻ്റെ ഫലമാണ് ആ കരച്ചിൽ. അവിടെ എത്തി അവിടെ വിജയത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം പറയണം, ഞാൻ ഫസ്റ്റ് എഗ്രി ചെയ്ത് ഇവർ കാണാൻ വന്നു എന്നെ. അതാണ് ഞാൻ ഇദ്ദേഹത്തിന് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്ക് 2 കാര്യങ്ങൾ വളരെ നിർബന്ധമായിരുന്നു. ഒന്ന്, നല്ല താടി വേണം. ഇതിലും വലിയ താടിയാണ്. അത് ഷോർട്ടാക്കിട്ട് ഇപ്പൊ തെറ്റി നിൽക്കായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇവളാണ് ഇഷ്ടം. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ നല്ല താടി വേണം. അപ്പൊ ഞാൻ മാക്സിമം അന്നേരം വളർത്താൻ പറ്റുന്നത്. പിന്നെ ഒന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്, പക്ഷെ അത് ബഷീറിന്റെ നിർബന്ധമായിരുന്നു സിഗരറ്റ് വലിക്കണം. ഞാൻ പറഞ്ഞു അത് വേണോ ബഷീറിലേക്ക്. അപ്പൊ പക്ഷെ പുള്ളി പറഞ്ഞു അത് എൻ്റെ ജീവിതത്തിൽ അതൊരു ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് അറ്റ് ഓൾ, പക്ഷേ ഐ എം നോട്ട് പ്രൊമോട്ടിങ് ഇറ്റ്. പക്ഷെ അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് അത് ചെയ്ത് അത് അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു. സോ ആ രീതിയിൽ, അതർവൈസ് ഐ എം ഡെഡ് അഗെയിൻസ്റ്റ് ഈ സ്ക്രീനിൽ സ്മോക്കിംഗ് ഓർ വാട്ട് എവർ. ഓഫ് കോഴ്സ് ചില സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിൽ ഈ ഇമോഷണൽ സ്ട്രെസ്സിൽ ഇയാൾക്ക് ഉള്ള ഒരു റിലീഫ് ആയതുകൊണ്ട് ആ കഥാപാത്രത്തിന് വേണ്ടി ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. ഒന്ന് താടി, ഒന്ന് സിഗരറ്റ്. മുക്ത, ഒരു ഗേൾ ചൈൽഡിന്റെ അമ്മ എന്ന നിലയിൽ ഈ ഒരു സ്റ്റോറി ആദ്യം കേട്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത്? ഒരു പെൺകുട്ടിക്ക് വന്ന് ഇത്രയും ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ കേട്ടപ്പോൾ എന്താ തോന്നിയത്? അല്ല, എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷമുള്ളൊരു മൂവിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് പെർഫോം ചെയ്യാനൊരു സ്പേസ് ഉണ്ടാവണമെന്ന് മാത്രമേ ഒരു റീ എൻട്രി വരുമ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ത്രൂ ഔട്ട് ദ മൂവി നമ്മൾ ആ ഒരു ക്യാരക്ടറുണ്ട്, അമ്മയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 3 പേരും ഓൾമോസ്റ്റ് എല്ലാ സീൻസിലും ഉണ്ട്. അപ്പോൾ ഒരമ്മ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ കുഞ്ഞിൻ്റെ ആ ഒരു ഇമോഷൻസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി തന്നെ ചെയ്യാൻ പറ്റി. കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ എനിക്കറിയാം ആ മോളുടെ എന്തായിരിക്കും ഇപ്പം ഒരു വിഷമം ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ കുഞ്ഞ് അനുഭവിക്കുന്ന വേദന എന്താണെന്നൊക്കെ എനിക്കത് മനസ്സിലാവുമല്ലോ. ഇപ്പം അമ്മയായതുകൊണ്ട് നമുക്ക് ശരിക്കും അത് മനസ്സിലാവും.
അപ്പോൾ പല സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളുടെ മോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ അഭിനയിച്ച് അങ്ങനെ ചെയ്യേണ്ട ഒന്നും വന്നിട്ടില്ല. ഓൾറെഡി ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. കാരണം ഓൾറെഡി ജാസ്മിൻ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ, ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു, കുരുവിയുടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പം ജാസ്മിൻ എനിക്കിങ്ങനെ എല്ലാം ഓരോ സീൻ എടുക്കുമ്പോഴും അതിന് മുന്നേ വന്ന് പറഞ്ഞു തരുമായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു, ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ അറിയാലോ അവർ ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് നമുക്കറിയാം. അപ്പം എനിക്ക് അത്ര അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അത് മാത്രമേ ഉണ്ടാവും. കുരുവിക്ക് എപ്പോഴാ ഫസ്റ്റ് ടൈം ഇപ്പോൾ ഓർത്തെടുക്കുക, ചെറുപ്പത്തിലുണ്ടാകുന്ന ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ഏറ്റവും മനസ്സിൽ വിഷമം തോന്നി ഇപ്പോഴും മനസ്സിലത് ഇങ്ങനെ ഓർക്കുമ്പോൾ കിടക്കുന്ന ഒരു സംഭവം ഏതാ? അതിപ്പം പറഞ്ഞോ. ഉമ്മാമ്മയുടെ ഒരു ഉപ്പച്ചിയുടെ ഉമ്മയുണ്ട്. അപ്പോൾ ഇക്കാക്ക വെളുത്തിട്ടാ ഉള്ളത്. അപ്പോൾ തലശ്ശേരിയിൽ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഉമ്മാമ്മ ഇങ്ങനെ പറയും, നീ നിറം കുറഞ്ഞു പോയി, എനിക്കെന്നെ നിച്ചുവിനെ കൂടുതൽ ഇഷ്ടം, നിച്ചു വെളുത്തിട്ടാണ്, അങ്ങനെ പറയുമ്പോൾ. അല്ല അതെന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ്, നല്ല ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആണ്. പക്ഷേ ഒരു ചെറിയൊരു നിറത്തിൻ്റെ അതിപ്പോൾ എൻ്റെ പെങ്ങളാണെങ്കിലും ഒക്കെ ഇവക്ക് പിന്നെ ബീട്രൂട്ട് ജ്യൂസും പിന്നെ ക്യാരറ്റ് ജ്യൂസ് എല്ലാം കൊടുക്കല്ലേ. സ്നേഹിക്കാണ്. പക്ഷെ മോൾക്കത് എങ്ങനെയാ ഫീൽ ചെയ്യാറ്? എനിക്ക് സ്നേഹമായിട്ടല്ല ഫീൽ ചെയ്യാറ് ആ ഒരു സംഭവം. അത് അവർക്ക്, ഞാനത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കല്ലോ. കാരണം വെച്ചാൽ നമ്മൾ ബിസിനസ്സും കാര്യങ്ങളായിട്ട് പോയി നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ എന്ന് പറയും. അപ്പോൾ അവൾ ഉമ്മാനോട് പറയും, ഉമ്മ എന്നോട് നല്ല രീതിയിൽ പറയും. അപ്പോൾ ഞാൻ അവളോട് ദേഷ്യം പിടിക്കും. കുട്ടികളെ കാര്യത്തിൽ ആ കുട്ടികളല്ലേ, അത് അങ്ങനെ ശരിയായിക്കോളും, നിനക്കെന്താ പിരാന്നുണ്ടോ എന്ന് വെച്ചിട്ട് ഞാനത് നിസ്സാരമായിട്ട് വെക്കും. പിന്നെ അത് കുറച്ച് വരുമ്പം ഇവളെ കളി അതൊക്കെ എല്ലാം മാറി വരികയാണ് ഓരോ തരത്തിലും. എനിക്ക് തോന്നി കാര്യങ്ങൾ ഗൗരവത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ എൻ്റെ ബിസിനസ്സും ഗൗരവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്, തകർച്ചൻ്റെ ഗൗരവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ എനിക്കതൊന്നല്ല, ഇവരാണ് ഏറ്റവും വലുതല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിലേക്ക് ഫോക്കസ് ചെയ്തു. അവരെയും കൊണ്ടുപോകുമ്പോൾ പിന്നെ വേറെ രീതിയിലായി. ഡാൻസ് കൊണ്ടുപോകുമ്പോൾ ബിസിനസ് പൊട്ടി നിൽക്കുന്ന സമയത്ത് ഓന് ഡാൻസും കൂത്തും പാട്ടും എന്നെല്ലാം പറഞ്ഞ ചില ആളെല്ലാം സർക്കസ് കമ്പനി എന്നൊക്കെ പറയല്. ഒരു മുസ്ലിം കുടുംബം ആയതുകൊണ്ട് തന്നെ ഈ ഡാൻസ് ഒക്കെ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഒരുപാടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവരൊക്കെ ഈ സിനിമൻ്റെ പ്രൊമോഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ആ വിജയ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു നിലയിലെത്താൻ ആ ഒരു പൊസിഷനിലേക്ക് എത്തി എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടെ ആൾക്കാർ നിൽക്കും. അവിടെ എത്തുന്നവരെ ബുദ്ധിമുട്ട് തന്നെയാണ്, നല്ല റിസ്ക് തന്നെ, ഹെവി റിസ്ക് തന്നെയാണ്. അത് വലിച്ചു താഴത്തിടും, ഉറപ്പാണ്. അത് ആരാണെങ്കിലും അത് വലിച്ചു താഴത്തിടും. ഉമ്മ ഇപ്പം എങ്ങനെയാ, നോർമലായോ അതോ ലൈക്ക് ഇപ്പം നോർമലായിട്ട് തന്നെയാണോ ബിഹേവ് ചെയ്യാറ്? ആ ഉമ്മമ്മക്ക് ജീവനാണ് ഇവിടെ. എന്നെ ഭയങ്കര ഇഷ്ടം അമ്മക്ക്. പക്ഷെ ഇങ്ങനെ ഉമ്മമ്മ പറയും നിന്നെക്കാൾ. ഒരു തവണ അങ്ങനെ പെട്ടെന്ന് ഓള് സ്നേഹത്തോടെ നിന്നപ്പം ഒരു തവണ അമ്മ കെട്ടിപ്പിടിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു. അതിന് മറുപടി എൻ്റെ ഉപ്പ അന്നേരം തന്നെ കൊടുക്കും. ഇപ്പം ആൾ ഇല്ല, പക്ഷേ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, അങ്ങനെ അതെല്ലാം പറയുന്നുണ്ട്. ആരും അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ചില സമയത്ത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇവളെന്നെ കുട്ടിക്കാലത്ത് തന്നെ വെയിലത്ത് കളിക്കുമ്പോൾ വെയിൽ കൊള്ളലടി എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് എന്തിനാ പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ അറിയില്ല, എന്തുദ്ദേശത്തില്ല ഞാൻ പറഞ്ഞു തന്നെ. കോംപ്ലിമെന്റ് ആയിട്ട് പറയുന്നത്. പിന്നെ അത് ഗൗരവത്തിലേക്ക് വരുമ്പോഴാണ് ഞാനും അതിൽ ഉൾപ്പെട്ടിരുന്നല്ലോ എന്നുള്ളൊരു ചിന്താഗതി. ചില ആളുകൾ ഒന്നും വിചാരിച്ചുകൊണ്ടായിരിക്കില്ലല്ലോ സ്നേഹം. ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ സ്വന്തം ബ്ലഡ് അല്ലേ, അത്ര സ്നേഹമായിരിക്കും. അതുകൊണ്ട് ഇത് ആ ഒരു പോസിറ്റീവ് അർത്ഥത്തിലായിരിക്കണം അവർ പറയുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ ടെൻഡറാണ് ഇവരെല്ലാം. ഒരു ചെറിയ കാര്യം സെൻസിറ്റീവ്, അതെ, അങ്ങനെ ആയിരിക്കണം. അത് പറഞ്ഞു കേട്ടില്ല, ഇന്നും എനിക്കത് മനസ്സിലായി. പക്ഷെ അവരുടെ ജീവനാണ്, ലൈക്ക് ഐ മീൻ ഇറ്റ് ഇസ് ഹെർ ഗ്രാൻഡ് ഡോട്ടർ. സോ ഡെഫിനറ്റ്ലി ആൻഡ് ആ ജനറേഷൻ അല്ലേ. സോ അത് ഒരു കളങ്കമില്ലാതെ അവര് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടെല്ലാം തുറന്നു പറയും. മലയാളികളുടെ പൊതുവെ ഒരു നമ്മൾ പറയുന്ന ഒരു കാര്യമല്ലേ, നമ്മൾ സുഖാണോ എന്ന് ചോദിച്ചാൽ അടുത്ത് എന്താ പറയാ, വണ്ണം വെച്ചല്ലോ, അയ്യോ വണ്ണം കുറഞ്ഞല്ലോ, അതല്ലേ. പക്ഷെ കേൾക്കുന്ന ആളാ ഞാൻ. നമ്മളോടുള്ള കൺസേൺ ആയിരിക്കാം, പക്ഷെ ഇറ്റ്സ് നോട്ട് കംഫർട്ടബിൾ. എന്നോട് ഇപ്പൊ ഒരാൾ അങ്ങനെ പറയുമ്പോ അവര് സ്നേഹത്തോടെ പറഞ്ഞായിരിക്കും, പക്ഷെ എന്റെ മൈൻഡിൽ ഒരു 2 hours കഴിഞ്ഞാലും കിടക്കും. അതേപോലെയാണ് മോളുടെയും, അത് ആ പ്രായത്തിൽ അങ്ങനെ ആയിരിക്കണം. സോ അത് കുഞ്ഞുങ്ങളോട് അത് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഒപ്പനയിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ.
വിനീതേട്ടാ, ശരിക്കും നമ്മുടെ ഡാൻസിലൊക്കെ അങ്ങനെ നോക്കാറുണ്ടോ? ഡാൻസിന്റെ ഏറ്റവും മെയിൻ ആൾ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, ശരിക്കും അങ്ങനെ നോക്കാറുണ്ടോ? ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടിക്ക് കളർ വേണം, അല്ലെങ്കിൽ തടി വേണം, അങ്ങനെ ഹൈറ്റ് വേണം, അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? അല്ല, ഒപ്പനേൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല. ബിക്കോസ് ഇറ്റ്സ് എ ട്രഡീഷണൽ, ഈ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറിൽ ചെയ്യുന്നതല്ലേ. പക്ഷെ എന്നോട് ചോദിച്ചാലുണ്ടല്ലോ, ഓൺ എ പേഴ്സണൽ നോട്ട്, ഒരു കലാരൂപം എന്നുള്ളത് ആ കലയിലുള്ള അവരുടെ വൈഭവമാണ് വരിക. അവിടെ ഫിസിക്കൽ അപ്പിയറൻസ്, ഞാൻ എൻ്റെ ഹമ്പിൾ എക്സ്പീരിയൻസ്, ഐ ഹാവ് സീൻ ഗ്രേറ്റ്സ്. അവിടെ അവരുടെ ബാഹ്യ സൗന്ദര്യവും അതൊന്നുമല്ല, അവരുടെ ആ വൈഭവം, ആ വിദ്വത്ത് നമ്മൾ പറയും, ആ പ്രാവീണ്യം ഭയങ്കരമായ സൗന്ദര്യം കൊണ്ടുവരും. അതിന് ബാഹ്യ സൗന്ദര്യം ഇസ് നോട്ട് എ ക്രൈറ്റീരിയ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ബിക്കോസ് ഞാനത് കണ്ടനുഭവിച്ചിട്ടുണ്ട്. പ്രായം ഓൾസോ, വളരെ ഏജ്ഡായ ഒരുപാട് ആചാര്യന്മാർ, പക്ഷെ അവർ ആ കഥാപാത്രമായിട്ട് അവർ വേഷം മാറി അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ മതിമറന്ന് അതിലേക്ക് ലയിക്കുകയാണ് ചെയ്യുക. അത് അവരുടെ കലയുടെ ആ വൈഭവമാണത്. സോ യു ഷുഡ് ബി എ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ്. ഒരു ഡാൻസറായാലും മ്യൂസിഷ്യനായാലും നമ്മുടെ ആ കലയെ എത്രത്തോളം പോളിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അപ്പോഴാണ് നമ്മൾ അതിൽ എക്സൽ ചെയ്യുന്നത്. അല്ലാതെ ഈ ഫിസിക്കൽ എക്സ്പീരിയൻസ്, ഓൺ ദ കോൺട്രറി, അതിസുന്ദരിയായ ഒരു ആളോ സ്ത്രീയോ പുരുഷനോ ഒട്ടും ട്രെയിനിങ്ങോ ഒരു ഡാൻസിൻ്റെ ഇതൊന്നും അറിയാതെ വെറുതെ ആ മേക്കപ്പ് ഇട്ടുകൊണ്ട് ഭംഗിയുണ്ടെന്നൊന്ന് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ എല്ലാ വശങ്ങളും ടെക്നിക്കാലിറ്റീസ് അറിഞ്ഞ് അവർ ചെയ്താലാണ് അതിൽ സൗന്ദര്യം വരുന്നത്. ഈവൻ ദോ എക്സ്റ്റേണൽ ബ്യൂട്ടി ഉണ്ടെങ്കിലും. പക്ഷേ ഈ കല മനസ്സിലാക്കിയിട്ട്, അതാണ് ഈ മോളുടെ ക്യാരക്ടറിൽ ത്രൂ ഈ പടത്തിൽ പറയുന്നത്. ആ കുട്ടീനെ ഈ പേരൻസ് മോട്ടിവേറ്റ് ചെയ്തത് ഒരു പോയിന്റ് അവൾക്ക് ആ ബാലൻസ്ഡ് മൈൻഡ് വരികയാണ്. ദിസ് ഇസ് ഓൾ, ഇതൊന്നും ഇറലവൻ്റ് ആണ്. ഈ ആൾക്കാർ തമാശയാക്കണമെങ്കിൽ ആക്ച്വലി ഈ പ്രായത്തിൽ തന്നെ അത് ആ ഒരു ബാലൻസ് മൈൻഡ് വന്ന ഒരു ഇൻഡിവിജ്വലാണ്. അപ്പം ഇവർ ഈ കഥയിലൂടെ തന്നെ ഈ മോൾക്ക് അവളുടെ പ്രൈം ഫോക്കസ് ഇസ് മൈ ഡാൻസ്, മൈ അക്രോബാറ്റിക്സ്, മൈ ജിംനാസ്റ്റിക്സ് എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. പിന്നെ അതിനുവേണ്ടി അവർ അച്ഛനും മോളും കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഇതിലെ വാട്ട് ഹാപ്പൻ ഇൻ റിയൽ ലൈഫ് ഓൾസോ. അതൊരു ഭയങ്കര മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഇവിടെ. കുരുവി, ഈ ഒരു സിനിമയിലെ കുറേ കഥകൾ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി വിഷമം വന്നത് ചൂടുവെള്ളം മുഖത്തൊഴിച്ചു എന്ന് കേട്ടപ്പോഴാണ്, വെളുക്കാനായിട്ട്. ഇത് ആര് പറഞ്ഞെന്ന ഐഡിയ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന്? അത് പിന്നെ സിനിമയിൽ അത് നല്ല രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സംഭവം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാണുമ്പം നമുക്ക് അതിൻ്റെ എന്താ പറയാ, കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ച് ഏത് രീതിയിലേക്ക് അങ്ങോട്ട് പോയിട്ടുള്ളത്. അത് ഇതിലെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ടേണിംഗ് പോയിന്റ് ആണ് ആ ഒരു സിറ്റുവേഷൻ, വാട്ട് ഹാപ്പൻസ് ടു ദ ചൈൽഡ്. സോ ഐ തിങ്ക് അതൊരു സ്പോയിലറാണ്. അപ്പോൾ നമുക്കത് മൂവിയിൽ തന്നെ കാണാം. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇനി ഒരാൾ മോളെ എന്തെങ്കിലും ഒരു എന്താ ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ കറുത്തിട്ടാണ് അല്ലെങ്കിൽ നീ മെലിഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ പറയാൻ ഇനി ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളോട് എന്തായിരിക്കും ആ ഒരു ഡയലോഗ് പറയാം? ഒരു മിനിറ്റ് ഞാൻ പറയാം. ഫസ്റ്റ് അങ്ങനെ പറയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാനിപ്പോൾ. കാരണം ഇവിടെ അപ്പോൾ വാശി കൂടുകയാണ്, മേലക്കോട് വരും ഉറപ്പാണ്. എന്നാൽ ഒരാൾ ഇപ്പോൾ വന്ന് പറഞ്ഞാൽ മോൾ എന്തായിരിക്കും പറയുന്നത് ഇനി? ഞാന് പ്രത്യേകിച്ചൊന്നും പറയാൻ നിക്കൂല, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും പറയാൻ നിക്കില്ല. സിമ്പിൾ. അതിന്റെ ആവശ്യമില്ലല്ലോ, പറയുന്നവര് പറഞ്ഞോട്ടെ, നമ്മളെ കാര്യം നോക്കിട്ട് പോവാ, അത്രേ ഉള്ളൂ. അവർക്ക് അത്ര വിവരേ ഉള്ളൂ. അതെ, അവർക്ക് കറക്റ്റ്. അല്ല, അതാണ് പറഞ്ഞത്, മൈൻഡ് സെറ്റ് ഹാസ് ബീൻ ട്യൂൺഡ്. ആൻഡ് അതിന് ഹാറ്റ്സ് ഓഫ് ടു ദ പേരന്റ്സ്. എത്ര വയസ്സുണ്ട്? 15 വയസ്സിൽ പറഞ്ഞ ഡയലോഗ്. കുരുവിയുടെ ഡയലോഗിൽ പറയാണ്, അവരെ ഞാൻ മൈൻഡ് ചെയ്യില്ല, അവരെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. അത്രേ ഉള്ളൂ. അവരവരുടെ വഴിക്ക് പോട്ടെ, അത്ര വിവരേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതിൽ ഒരുപാട് ഈ പറഞ്ഞ ഒരുപാട് സീൻസ് നമുക്ക് തിയേറ്ററിൽ കാണണം. കുരുവി അനുഭവിച്ചതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഒരുപാട് പേർക്ക് അതൊരു അവയർനെസ് ആവുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ കുരുവിപ്പാപ്പ ഒരു വലിയ സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.